ഇവിടെ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഒരു പൊതിച്ചോറ് കഴിക്കണം എന്ന്. അതിന് സമയമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പൊതിച്ചോറ് അങ്ങ് ഉണ്ടാക്കാം. അതും വളരെ 2-3 കറികൾ മാത്രമായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ ഒരു ഇലയൊക്കെ വാട്ടിയിട്ട് വെച്ചു. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് കാമ്പ് കേട്ടോ, കാമ്പ് നമ്മുടെ വാഴയുടെ ഉള്ളിലുള്ളതുണ്ട്. കാമ്പും അതുപോലെ മുട്ട ഓംലേറ്റും മഞ്ഞ ചമ്മന്തി, മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ടാണ് മഞ്ഞ ചമ്മന്തി. എനിക്ക് ചമ്മന്തിക്ക് കൂടുതൽ കളറാണ് ഇഷ്ടം. ഇനി ഞാൻ വിചാരിച്ചു ചുവന്ന മുളകില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ മഞ്ഞ ചമ്മന്തിയാക്കാണ്. അങ്ങനെ മുട്ട ഓംലേറ്റ് ഈ 3 കറികൾ കൊണ്ട് നിങ്ങൾ വിചാരിക്കും പൊതിച്ചോറ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കാമ്പിൻ്റെയൊക്കെ ഗുണം അറിയുന്നവർക്ക് ഇത് മാത്രം മതി. അതുകൊണ്ട് കാമ്പിലെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പച്ചമുളകൊക്കെ ഇട്ട് ചതച്ചെടുത്ത കാമ്പ് തോരനാണ്, കാമ്പ് വറവാണ്. അങ്ങനെ 2 ഇലയായിട്ട് പൊതിഞ്ഞു. പിള്ളേരില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു ട്രിപ്പ് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധികം മസാലക്കറികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ 3 കറികൾ എടുത്തത്. വേറെ ഒന്നുമില്ല, അച്ചാറൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പൊതിച്ചോറ് എന്ന് പറയുന്നത് ഇന്ന് 3 കറികൾ മാത്രമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടി അങ്ങ് കൂട്ടിക്കുഴക്കണം. പിന്നെ ഈ ചമ്മന്തി എന്ന് പറയുന്നത് ഞാൻ കുറച്ചധികം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അങ്ങനെ നമ്മൾ പൊതിഞ്ഞ് എനിക്കും ചേട്ടനുള്ളത് കിട്ടി. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഞാൻ തുറന്നിട്ട് ഇതാ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കാമ്പുപ്പേരി എന്ന് പറയുന്നത്.